നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി എന്നുള്ളത് കായിക ലഹരിയാണ്. ഇവിടെ ചെറുപ്പക്കാരുടെ നല്ല കൂട്ടായ്മ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. MLA എന്ന നിലയിൽ യുവതയ്ക്കൊപ്പം പരിപാടിയുടെ ഭാഗമായി നമ്മുടെ മണ്ഡലത്തിൽ 165 ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്പോർട്സ് കിറ്റ് എല്ലാം നൽകി അവരെല്ലാം കായിക രംഗത്ത് ഉറപ്പിച്ചു നിർത്തിയ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 165 കഴിഞ്ഞപ്പോൾ 35 പുതിയ ക്ലബ്ബ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരെയും ഇതിന്റെ ഭാഗമാക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവിധ ആശംസകളും പുതുവത്സര ആശംസകൾ കൂടി നേരുന്നു. താങ്ക് യു. ഞങ്ങളുടെ ഈ വേദിയെ ധന്യമാക്കിയ മന്ത്രി P. രാജീവിനെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. യോഗ നടപടികൾ ആരംഭിക്കുകയായി. യുവാൻ സ്പോർട്സ് ഫൗണ്ടേഷന്റെ ഒരു പുതുവത്സരാഘോഷവും ആ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും പരിപാടിയുമാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഫൗണ്ടേഷന്റെ സെക്രട്ടറി ഹാരിസിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ മെയിനായിട്ട് നമ്മുടെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇവിടെ തുടങ്ങിയേക്കുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് എനിക്ക് അതിന് സമയം തരണമെന്ന് അപേക്ഷിക്കുന്നു ഗസ്റ്റുകളോട്. അപ്പോൾ അതൊന്ന് എഴുതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. നമ്മുടെ ഈ കളമശ്ശേരി പള്ളിലാങ്കര പ്രദേശത്ത് കായിക വളർച്ചയ്ക്കും സാമൂഹിക ഉന്നമനത്തിനും വേണ്ടി പള്ളിലാങ്കര ക്രിക്കറ്റ് ക്ലബ്ബിലെ മെമ്പേഴ്സ് ചേർന്ന് ഫൗണ്ടേഷൻ രൂപീകരിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും വേദിയിലും സദസ്സിലുമുള്ള ഫൗണ്ടേഷൻ ക്ലബ് അംഗങ്ങളെ, കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് പള്ളിലാങ്കരയിൽ യുവാൻ സ്പോർട്സ് ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കളമശ്ശേരി നഗരസഭയിലെ 7, 8, 9, 10 വാർഡുകളിൽ വരുന്ന യുവാക്കളും കുട്ടികളും അടങ്ങുന്ന ഏകദേശം 70ഓളം പേർ നമ്മുടെ ഈ ഫൗണ്ടേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് വ്യക്തമായ നല്ല കാഴ്ചപ്പാടുള്ള ദീർഘവീക്ഷണമുള്ള പരിശീലനവും അവരെ കായിക ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പരിശീലനവും കൊടുക്കുക എന്നതാണ് ഫൗണ്ടേഷന്റെ മുഖ്യ ലക്ഷ്യം. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും കളമശ്ശേരിയിൽ നിന്ന് ഒരു പ്രതിഭ ഇവിടെ നിന്ന് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണ് ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ഞാനെല്ലാം ക്ഷമിക്കണം. എനിക്ക് ഈ ഐഡിയോളജി എനിക്ക് ഇഷ്ടപ്പെട്ട് ലഹരിയെ തടയാനും വേണ്ടി യുവോന്റെ സ്പോർട്സ് ഫൗണ്ടേഷൻ ശരിക്കും ഇന്നത്തെ ഈ യുവതലമുറയ്ക്ക് വളരെ ഗുണകരമായ രീതിയാണ്. അതായത് എൻ്റെ സ്റ്റേഷനിൽ തന്നെ വരുന്ന 5 കേസുകളിൽ ഒരു 3-4 കേസുകൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പോലുള്ള കേസുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഈ കേസുകളിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒരു 20-25 വയസ്സുള്ള കുട്ടികളാണ്. ഇങ്ങനെ ഇവരുടെ ഈ കേസുകൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാവി ഫ്യൂച്ചറെല്ലാം അതോടെ ഏകദേശം ഒരു 50% തീർന്നെന്ന് തന്നെ പറയാം. ഇതുപോലെ സ്പോർട്സ് കൗൺസിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പോലുള്ള ഈ ഒരു ഫൗണ്ടേഷൻ വന്നത് കുട്ടികളെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കി സ്പോർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിംസിലോട്ട് പങ്കെടുക്കാനും അതിലതൊരു അവരുടെ ശ്രദ്ധ മറ്റ് വിഷയങ്ങളോട്ട് തന്നെ മാറാതെ സ്പോർട്സിലോട്ട് മാറാനും സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ഏത് ഗെയിംസിലേക്ക് ഉൾപ്പെടുത്തി അവരെ ഈ ഒരു ഫൗണ്ടേഷന്റെ ഭാഗമാക്കുക. അവരെ ലഹരി
അതുപോലെ തന്നെ വേദിയിലുള്ള ഉദ്ഘാടകർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വിശേഷ വ്യക്തികൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ ചൂണ്ടിക്കാണിച്ച പോലെ ഏറ്റവും നല്ലൊരു ആശയത്തിനാണ് ഇന്നിവിടെ ആരംഭം കുറിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും ഈ സമൂഹത്തിനകത്തെ ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതുതലമുറയെ ഏറ്റവും ശേഷിയുള്ള ഭാവിയുള്ള ജനങ്ങളായി വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കുറേ നാളുകളായി തുടർച്ചയായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മളതിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് എല്ലാ കളിയിടങ്ങളെയും പൂർണ്ണമായും സജീവമാക്കുക. കളിയിടങ്ങളിലൂടെ കുട്ടികളുടെ ശേഷിയും എല്ലാം കളിയിടങ്ങളിലേക്ക് ആരോഗ്യം ഒരു തലം, അതോടൊപ്പം തന്നെ ഏറ്റവും ശേഷിയോടുകൂടി അവരുടെ കഴിവുകൾ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗമനത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ വലിയൊരു കൂട്ടായ്മയ്ക്കാണ് ഇന്നിവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. ആ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണത്. ഞാൻ എന്നുള്ള രീതിയിലും, ഞാൻ സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലും, ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി എന്നുള്ള രീതിയിലും, യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്റർ എന്നുള്ള രീതിയിലും ഏറ്റവും മാതൃകാപരമായി ഉള്ള പ്രവർത്തനമാണ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുള്ള എല്ലാ പിന്തുണയും ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. വരും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനത്തിന് നമ്മുടെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും പിന്തുണയും ഇവർക്ക് ഉണ്ടാവണം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുന്നു. നമസ്കാരം. ഒരുമയോടെ മണ്ണിൽ സ്നേഹവിത്ത് പാകിടാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളൊത്തു ചേർന്നിടാം. ഒരുമയോടെ മണ്ണിൽ സ്നേഹവിത്ത് പാകിടാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളൊത്തു ചേർന്നിടാം. വർഗീയ ജാതി ലഹരി പാടെ തൂത്തെറിഞ്ഞിടാം. നാടിൻ്റെ നന്മയ്ക്കായി എന്നും കാവലായിടാം. സൗഹാർദ്ദത്തിൻ്റെ സ്നേഹമാല ചേർന്നു കോർത്തിടാം, ചേർന്നു കോർത്തിടാം. സൗഹാർദ്ദത്തിൻ്റെ സ്നേഹമാല ചേർന്നു കോർത്തിടാം, ചേർന്നു കോർത്തിടാം. ഒരുമയോടെ മണ്ണിൽ സ്നേഹവിത്ത് പാകിടാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളൊത്തു ചേർന്നിടാം. ഒരുമയോടെ മണ്ണിൽ സ്നേഹവിത്ത് പാകിടാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളൊത്തു ചേർന്നിടാം. വർഗീയ ജാതി ലഹരി പാടെ തൂത്തെറിഞ്ഞിടാം. നാടിൻ്റെ നന്മയ്ക്കായി എന്നും കാവലായിടാം. സൗഹാർദ്ദത്തിൻ്റെ സ്നേഹമാല ചേർന്നു കോർത്തിടാം, ചേർന്നു കോർത്തിടാം. സൗഹാർദ്ദത്തിൻ്റെ സ്നേഹമാല ചേർന്നു കോർത്തിടാം, ചേർന്നു കോർത്തിടാം. ഒരുമയോടെ മണ്ണിൽ സ്നേഹവിത്ത് പാകിടാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളൊത്തു ചേർന്നിടാം. ഒരുമയോടെ മണ്ണിൽ സ്നേഹവിത്ത് പാകിടാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളൊത്തു ചേർന്നിടാം. വർഗീയ ജാതി ലഹരി പാടെ തൂത്തെറിഞ്ഞിടാം. നാടിൻ്റെ നന്മയ്ക്കായി എന്നും കാവലായിടാം. സൗഹാർദ്ദത്തിൻ്റെ സ്നേഹമാല ചേർന്നു കോർത്തിടാം, ചേർന്നു കോർത്തിടാം. സൗഹാർദ്ദത്തിൻ്റെ സ്നേഹമാല ചേർന്നു കോർത്തിടാം, ചേർന്നു കോർത്തിടാം. ഒരുമയോടെ മണ്ണിൽ സ്നേഹവിത്ത് പാകിടാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളൊത്തു ചേർന്നിടാം. ഒരുമയോടെ മണ്ണിൽ സ്നേഹവിത്ത് പാകിടാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളൊത്തു ചേർന്നിടാം. വർഗീയ ജാതി ലഹരി പാടെ തൂത്തെറിഞ്ഞിടാം. നാടിൻ്റെ നന്മയ്ക്കായി എന്നും കാവലായിടാം. സൗഹാർദ്ദത്തിൻ്റെ സ്നേഹമാല ചേർന്ന് കോർത്തിടാം, ചേർന്ന് കോർത്തിടാം. സൗഹാർദ്ദത്തിൻ്റെ